Hi everyone, Assalamu alaikum. Welcome to Fathimas kitchen. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ചെമ്മീൻ കട്ട്ലേറ്റ് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞു വെച്ചത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത്, വേപ്പില എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് 1 കപ്പ് വേവിച്ച് വെച്ചിരുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചൊന്ന് മുളക് പൊടി ചേർക്കാനൊന്ന് വിട്ടുപോയിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതും സെൻറ്ററിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. മിക്സാക്കിയതിന് ശേഷം മല്ലിയില അരിഞ്ഞു വെച്ചത് കുറച്ച് വിതറി കൊടുക്കാം. അതിനുശേഷം വേവിച്ച് പൊടിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടി കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇറക്കി വയ്ക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിനെ ചെറിയ ചെറിയ ബോൾസുകളാക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ബോൾസുകളാക്കിയതിനെ കോൺഫ്ലവർ കുറച്ച് കലക്കി വെച്ചിരുന്നു, അതിലേക്ക് ഡിപ്പ് ചെയ്തെടുത്തുകൊണ്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ ചെമ്മീൻ കട്ട്ലേറ്റും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷേപ്പ് ആക്കുന്നത് അച്ചിൽ വെച്ചിട്ടൊന്നുമല്ല, വെറുതെ കൈവെള്ളയിൽ വെച്ചിട്ട് വെറുതെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്, അതുകൊണ്ടാണ് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിനി ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മുടെ ചെമ്മീൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.